ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ഹോം എന്ന മൂവിയുടെ പാർട്ട് 2 ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു വഴിയറിയാതെ വിധി അറിയാതെ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന സിനിമ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഒട്ടും സമയം കളയേണ്ട, കഥയിലേക്ക് കടക്കാം. അവരുടെ കയ്യിലെ ടോർച്ച്, ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് എല്ലാം ഉപയോഗിച്ച് അവിടുത്തെ ലൈറ്റിന്റെ സ്വിച്ചൊക്കെ എവിടെയാണെന്ന് ചുറ്റും ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ തറയിൽ ഒരാളുടെ വിരല് മുറിഞ്ഞു കിടക്കുന്നതാണ് അനുജ കാണുന്നത്. അനുജ അത് കണ്ടതും ഉടനെ ലൈറ്റ് ഓൺ ചെയ്ത് വിടുകയാണ് നേഹ. ഇവരൊട്ടും സമയം കളഞ്ഞില്ല. രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് ഇറങ്ങി ഓടി. പാതിരാത്രി നേരാവണ്ണം ഒന്നും കാണാൻ പറ്റാത്ത ഈ സിറ്റുവേഷനിൽ കാട്ടിൽ കൂടി ഇറങ്ങി ഓടിയാൽ എങ്ങനെ രക്ഷപ്പെടാനാ? രണ്ടുപേരും ഇരുട്ടിൽ കണ്ണ് കാണാതെ തട്ടിത്തടഞ്ഞ് വീഴുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഓടിക്കയറി ഒരു സ്ഥലത്ത് തന്നെ വരുന്നുണ്ട്. വീണതിൽ ഫോണും വീണുപോയി, കയ്യിലുണ്ടായിരുന്ന ടോർച്ചും പോയി. ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഇവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ വന്യമൃഗങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ ആപത്താണ് എന്ന് മനസ്സിലാക്കി രണ്ടുപേരും മുന്നിലേക്ക് നടക്കുകയാണ്. നോക്കുമ്പോൾ കുറച്ചു ദൂരെയായിട്ട് ഒരു ലൈറ്റ് കാണാം. അത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ നിന്ന് താഴെ വീണ ടോർച്ചാണ്. അവർ ഓടിപ്പോയി ആ ടോർച്ച് എടുത്തു. ഓട്ടത്തിനിടയിൽ അവളുടെ കയ്യിൽ നിന്ന് വീണുപോയ അവളുടെ ബാഗും അവൾക്ക് കിട്ടുന്നുണ്ട്. ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അവളുടെ ഫോൺ കാണാനില്ല. അവൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കട്ടിലിൻ്റെ സൈഡിലാണ് വെച്ചിരുന്നത്. അത് അവൾ എടുക്കാൻ മറന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് ആ വീട്ടിലേക്ക് പോവേണ്ട അവസ്ഥ. അയ്യോ, ഇനി വേറെ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് അവൾ തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോയി. അവർ പുറത്തു കടന്ന വഴിയിലൂടെ തന്നെ ഉള്ളിൽ കയറി ലൈറ്റ് ഓൺ ചെയ്ത് ഫോൺ നോക്കിയപ്പോൾ അതിൽ ചാർജ് ഇല്ല. ഇനി ഇത്ര നേരമായല്ലോ, നമുക്ക് നാളെ പോവാം എന്ന് തീരുമാനിക്കുകയാണ് അനുജ. നമ്മൾ പുറത്തു പോയ കാര്യമോ നമ്മൾ രക്ഷപ്പെടാൻ നോക്കിയ കാര്യമോ ഇവിടെ ആർക്കും അറിയില്ല. നേഹ, നമുക്ക് നാളെ രാവിലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല. മഴ നനഞ്ഞ് സ്കൂട്ടർ സ്റ്റാർട്ടാവുന്നില്ല. മാത്രമല്ല ആ കാടിന്റെ ഉള്ളിലെ മൃഗങ്ങൾ ഇവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. വേറെ ഒരു വഴിയുമില്ലാതെ നേഹ ഇന്നൊരു രാത്രി ഇവിടെ നിൽക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എടുത്ത താക്കോൽ അവിടെ തന്നെ വെക്കുന്നു. അടുത്ത ദിവസം രാവിലെയായി. രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് പോകുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ഗോലയ്ക്ക് അത്ര സഹിക്കുന്നില്ല. അവൻ ഇവരുടെ പുറകെ ചെന്നിട്ട് നിൽക്കൂ, ചായ കുടിച്ചിട്ട് പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. മൗനവ്രതത്തിലുള്ള ആൾ ഒന്നും മിണ്ടുന്നില്ല. അയാൾ ആ പ്രായമുള്ള സ്ത്രീയുടെ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ പ്രായമുള്ള സ്ത്രീ ആ മൗനവ്രതക്കാരനോട് പറയും, ഇവർ ഇന്നലെ രാത്രി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവരെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടാൽ നമുക്കത് ആപത്താണ്. അപ്പോഴേക്കും അനുജയും നേഹയും അവരുടെ സ്കൂട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. വണ്ടി ഓടിത്തുടങ്ങിയതും ആ മൗനവ്രതത്തിലുള്ള ആളും ഗോലയും ഇവരുടെ ബാക്കിൽ ഓടാൻ തുടങ്ങി. അത് കണ്ട് പേടിച്ച് വണ്ടി കൊണ്ടുപോയി ഒരു കുഴിയിൽ ഇറക്കി. ആ മൗനവ്രതക്കാരൻ ഓടി വന്ന് നമ്മുടെ അനുജയെ പിടിച്ചു. നേഹ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ഗോല കല്ലെടുത്ത് അവളുടെ തലക്കിരുന്നു. അങ്ങനെ അവൾ വീണു. ഇവരെ രണ്ടുപേരെയും അടിച്ച് ബോധം കെടുത്തി വീട്ടിലുള്ള ഒരു മുറിയിൽ പൂട്ടിയിട്ടു. കുറേ സമയം കഴിഞ്ഞ് ഇവർക്ക് ബോധം വരുമ്പോൾ ഇവർക്ക് തന്നെ അറിയില്ല അവരെവിടെയെന്ന്. ചുറ്റും നോക്കി. വീടിനകത്ത് തന്നെയാണ്. വീട്ടിനുള്ളിൽ ഏതോ ഒരു മുറിയിലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ചുറ്റുപാട് നോക്കിയിട്ടും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും കാണുന്നില്ല. നേഹ അവിടെയുള്ള വാതിൽ ആഞ്ഞു തട്ടിയിട്ട്, പ്ലീസ് വാതിൽ തുറക്കൂ, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്നതെല്ലാം ആ വീട്ടിലെ ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിലും കേട്ട ഭാവം നടിക്കുന്നില്ല. ആ മൗനവ്രതത്തിലുള്ള ആൾ രാമായണം എന്തോ വായിച്ചു കൊണ്ടിരിക്കുന്നു. ആ വയസ്സായ ലേഡി TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രേരണ അവിടെ ഒരു മെന്റൽ പേഷ്യന്റ് പോലെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ സമയം ഗോല, ചേട്ടാ ഞാൻ ഒന്ന് അങ്ങോട്ട് പോട്ടെ എന്ന് ചോദിച്ച് കെഞ്ചുന്നുണ്ട്. അത് കേട്ട ആ ഓൾഡ് ലേഡി പറയും, അവർ കുറെ നേരമായില്ലേ തട്ടുന്നത്, അതൊന്നും നിന്നോട്ടെ, എന്നിട്ട് നിനക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു പോകുന്നു. അതിനുശേഷം ഗോല വെള്ളം ചൂടാക്കി ആ ചൂടുവെള്ളം ഇവരുടെ റൂമിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇവരെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നേഹയും അനുജയും ഒരുമാതിരിയായി. അവർ അവിടെ കിടന്ന് മരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച പോലെയാണ് ഇരിക്കുന്നത്. നേഹ അനുജയോട് അവിടെ വെച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. നീ കാരണമല്ലേ ഇവിടേക്ക് വന്നത്. പ്രേരണയ്ക്ക് എന്ത് പറ്റിക്കാണും, അവളുടെ കുട്ടിക്ക് എന്ത് പറ്റിക്കാണും, അവളുടെ ശരീരത്തിൽ മുറിവൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ എന്തായി? നമ്മൾ ഇവിടെയുള്ള കാര്യം നമ്മുടെ വീട്ടുകാർക്ക് പോലും അറിയില്ല. ആരെയും കോണ്ടാക്ട് ചെയ്യാനും പറ്റില്ല. നമ്മളെ രക്ഷിക്കാനും ആരും വരാനും പോകുന്നില്ല. അങ്ങനെ രണ്ടുപേരും സങ്കടപ്പെട്ട് തർക്കിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ അനുജയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ അവളെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അവളെ അന്വേഷിച്ച് അവൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്.
ആ വീടിന്റെ അടുത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആർക്കും അറിയില്ല. ആ സമയത്ത് തന്നെയാണ് നേഹയുടെ ബ്രദറും നേഹയെ അന്വേഷിച്ച് അനുജയുടെ വീട്ടിൽ വരുന്നത്. കഴിഞ്ഞ ദിവസം നേഹ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത് അവൾ അനുജയുടെ വീട്ടിലെന്നാണ്. എന്നാൽ അനുജയുടെ ഹൗസ് ഓണർ പറയും 2 ദിവസമായി ഈ വീട്ടിൽ ആരുമില്ല. ഇത് കേട്ടപ്പോൾ തന്നെ നേഹയുടെ ബ്രദറിന് ദേഷ്യം വരും. അയാൾ അല്ലെങ്കിലും ദേഷ്യക്കാരനാ. ഇതുകൂടി കേട്ടപ്പോൾ പറയണ്ട. നമ്മുടെ അനുജയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് അനുജ കാരണമാണ് എൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് തല്ലുകൂടുന്നുണ്ട്. അത് നോക്കി നിന്ന നമ്മുടെ ഹൗസ് ഓണർ പറയും, നിങ്ങൾ ഇവിടെ നിന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ സ്കൂളിൽ പോയി അന്വേഷിച്ച് നോക്ക്, അവർക്ക് എന്തെങ്കിലും അറിയാതിരിക്കില്ല എന്ന് പറഞ്ഞ് 2 പേരെയും പറഞ്ഞയക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുജയെയും നേഹയുമാണ്. അവർ കുറച്ചു നേരം ശബ്ദമുണ്ടാക്കാതെ ഇരുന്നതിന് ശേഷം സഹി കെട്ട് വാതിലിടിച്ച് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഇത് കേട്ട് ദേഷ്യം വന്ന ആ ഗോലയും മൗനവ്രതമുള്ള ആളും ചേർന്ന് അവരുടെ റൂമിൽ വന്ന് പൊരിഞ്ഞ തല്ല്. ചത്താലും കുഴപ്പമില്ല എന്നൊരു നിലപാടിലാണ് ആ ക്രൂരന്മാർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം തല്ലി ഒരു പരുവാക്കി. അനുജ ആ മൗനവ്രതത്തിലുള്ള ആളിന്റെ കാല് വരെ പിടിക്കുന്നുണ്ട്. 2 പേരെയും അടിച്ച് തളർത്തിയതിനു ശേഷം സ്വന്തം മകളായ പ്രേരണയുമായി തന്നെയാണ് അയാളുടെ ആവശ്യം നിറവേറ്റുന്നത്. ഈ 2 പെണ്ണുങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ പോലും ഗോല മടിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ വയസ്സായ സ്ത്രീ അവർക്ക് ഫുഡ് കൊടുത്തില്ലെങ്കിൽ അവർ ചത്തുപോകും എന്നൊക്കെ പറയുമ്പോൾ അവൻ ഭക്ഷണവുമായി അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവരുടെ കൈയും കാലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഗോല അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. വേറെ ഒരു വഴിയില്ലാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവർ അത് കഴിക്കുന്നു. പക്ഷേ അവർ വാരി കൊടുക്കുന്ന സമയത്ത് അവളുടെ മുഖത്തൊക്കെ തൊടുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അവന്റെ അസുഖം മനസ്സിലായി. അവൾ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുന്നുണ്ട്. ആ സമയത്ത് ദേഷ്യം വന്ന് അവൻ അവളുടെ കഴുത്ത് പിടിച്ച് ഞെക്കി ശ്വാസം മുട്ടിക്കുന്നു. നേഹയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്. കാരണം അവളുടെയും കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ അനുജയെ ശ്വാസം മുട്ടിപ്പിച്ച് ഒരു വിധമാക്കി ഗോല അവിടെ നിന്ന് പോവും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അനുജ കുറച്ച് ഓക്കെ ആവുന്നുണ്ട്. അവൾ ആ റൂമിന്റെ ചുറ്റുപാട് നോക്കുമ്പോൾ അവിടെ ഒരു സൈഡിൽ എണ്ണ വെച്ചത് കാണും. അത് അവൾ തറയിൽ കൊട്ടി കയ്യിലെല്ലാം ആക്കി മെല്ലെ മെല്ലെ കയർ അയച്ചെടുക്കും. അതിനുശേഷം നേഹയുടെ കയ്യിലെ കയറും അയച്ചു കൊടുക്കും. ഈ റൂമിന്റെ എല്ലാ മുക്കുമൂലയും തിരയുമ്പോൾ അവിടെ ഒരു ചെറിയ ദ്വാര കാണും. അത് ഒന്ന് വലുതാക്കിയപ്പോൾ അവർക്ക് അതിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് പോവാൻ കഴിയും. അങ്ങനെ അവർ മെല്ലെ പുറത്ത് കടന്ന് പതുങ്ങി ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ട്. അപ്പോഴാണ് ആ വഴി നമ്മുടെ നേഹയുടെ ബ്രദർ അവരെ അന്വേഷിച്ച് അവിടേക്ക് വരുന്നത്. ഇവിടെ സെൻസസ് എടുക്കാൻ 2 പേര് വന്നിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഈ സമയത്ത് മൗനവ്രതത്തിലുള്ള ആളോട് ആരോ സംസാരിക്കുന്നുണ്ട് എന്ന് കരുതി ഒളിച്ചിരിക്കുകയാണ് നേഹ. അവൾക്ക് ചേട്ടനാണെന്ന് അറിയില്ല. അപ്പുറത്ത് അനുജ വീടിന്റെ വേറൊരു സൈഡിലൂടെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അവളുടെ കാലിലൊക്കെ അടിപെട്ട കാരണം ഞൊണ്ടിയാണ് ഓടുന്നത്. അവൾ ഒരു സൈഡിൽ വീഴുന്നുമുണ്ട്. എങ്ങനെയെങ്കിലും എടുത്ത് ഓടാൻ നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോഴാണ് എല്ലാം മേലെ നിന്ന് പ്രേരണ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഭാവഭേദമില്ലാതെയാണ് അവളുടെ നിപ്പ്. അനുജ ഈ സമയത്ത് ഇഴഞ്ഞിഴന്ന് ആ ഷെഡിലേക്ക് കയറും. അവിടെ അവർ പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്ന ആ മനുഷ്യന്റെ കയ്യിലെയും കാലിലെയും ചങ്ങല അഴിക്കാൻ ശ്രമിക്കുന്നു. അവൾ എത്ര ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് അത് അഴിക്കാൻ സാധിക്കുന്നില്ല. ആ സങ്കടത്തിൽ അവൾ അയാളോട് പറയും, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ സഹായിക്കാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ് അവിടെ നിന്നു പോവും. ഇതേ സമയം നമ്മുടെ നേഹയുടെ ബ്രദർ നേഹയെ പറ്റി വിശദമായി ഗോലയോട് അന്വേഷിച്ച് ഗോല ഇതുവരെ അവളെ കണ്ടിട്ടേയില്ല എന്ന മറുപടി പറഞ്ഞു. നേഹ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടാവില്ല എന്ന വിശ്വാസത്തിൽ അവൻ തിരിച്ചു പോകുന്നതിനിടയിൽ ആണ് അവൻ ശ്രദ്ധിക്കുന്നത് അവിടുത്തെ മണ്ണിൽ നേഹയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ലോക്കറ്റ് കിടക്കുന്നത്. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്, എൻ്റെ പെങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇവർ 2 പേരും എൻ്റെ അടുത്ത് നിന്ന് സത്യം മറച്ചു വെക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ നേഹയുടെ ബ്രദർ അവരോട് ദേഷ്യപ്പെടുന്നു. അവന്റെ ശബ്ദം കേൾക്കുന്ന നേഹ അത് അവളുടെ ചേട്ടനാണെന്ന് മനസ്സിലാക്കി അവൾ ഒളിച്ചു നിന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വന്ന് അവൾ ചേട്ടനെ വിളിക്കുകയും ഗോല ഇവളുടെ ചേട്ടനെ തലയ്ക്ക് കല്ലെടുത്ത് എറിയുകയും ഒരേ സമയത്തായിരുന്നു. മൗനവ്രതത്തിലുള്ള ആൾ വലിയൊരു കല്ലെടുത്ത് നേഹയുടെ ചേട്ടന്റെ തലക്കിട്ട് ഒരൊറ്റയടി. തല പൊട്ടിച്ചിതറി തലച്ചോറ് വരെ പുറത്തേക്ക് വന്നു. ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം മരിച്ചു. അങ്ങനെ അവർ നേഹനെ പിടിച്ചു. അനുജയും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അവൾ എങ്ങോട്ടാ രക്ഷപ്പെട്ടു പോയതെന്ന് ഈ പ്രായമുള്ള ആൾ നോക്കുമ്പോൾ അനുജ രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടുനിന്ന് ആ പ്രേരണ ഉണ്ടല്ലോ, അവള് അനുജ ഷെഡിലുണ്ടെന്ന് കാണിച്ചു കൊടുക്കും. നേരെ ഷെഡിലേക്ക് ചെല്ലുന്ന മൗനവ്രതത്തിലുള്ള ആൾ ഓൾറെഡി ഇവർ കെട്ടിയിട്ടിരിക്കുന്ന ആളുണ്ടല്ലോ, അതായത് ഈ സിനിമയുടെ ആദ്യത്തിൽ കാണിച്ച ആ ഇലക്ട്രിക്കൽ പോസ്റ്റിന് നമ്പറിടാൻ വന്ന ആൾ. അവന്റെ തലയിൽ ഒരു കമ്പി കുത്തിയിറക്കി അവനെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ കൊല്ലും. അപ്പോഴേക്കും പുറത്തിറങ്ങി ഓടിയ അനുജ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു.
ഈ വയസ്സായ ആൾ അവളുടെ ബാക്കിൽ തന്നെ ഓടുന്നുണ്ട്. അനുജ ആ സുഖമില്ലാത്ത കാലുമായാണ് ഓടുന്നത്. എന്നാലും അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അവൾ ഓടി ഓടി എത്തുന്നത് ഒരു പുഴയുടെ മുന്നിലേക്കാണ്. അങ്ങനെ അനുജയെയും നേഹയെയും പിടിച്ച് വേറെ വേറെ റൂമിലേക്കാക്കി. ഈ സമയത്ത് ഗോല ഇതൊരു താപ്പ് എന്ന് കരുതി ആ മൗനവൃത്തിയുള്ള ആളോട് ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്ക് ചേട്ടാ, ഞാൻ അവരുടെ അടുത്തേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ സമ്മതം കൊടുക്കും. ഇത് കേട്ടതും ഗോല പോയി കുളിച്ച് സുന്ദരനായി നേഹ ഉള്ള റൂമിലേക്ക് പോകും. അങ്ങനെ ആ ദുഷ്ടൻ അവളെ നശിപ്പിക്കും. നേഹയുടെ കരച്ചിൽ കേട്ട് അനുജയ്ക്ക് എന്താ കാര്യമെന്ന് മനസ്സിലാവാതെ അവളും മുറക്കെ ബഹളം വെക്കുന്നു. ഇത് കേൾക്കുന്ന ആ മൗനവൃത്തത്തിലുള്ള ആൾ ദേഷ്യം പിടിച്ച് അനുജയുടെ അടുത്ത് വന്ന് ഒരു ബ്ലേഡ് എടുത്ത് നമ്മുടെ അനുജയുടെ ഒരു ചെവി അറുത്തെടുക്കും. ഇങ്ങനെയൊക്കെ ആയപ്പോൾ ജീവിതം മടുത്തു നേഹ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൾ രാത്രിയായപ്പോൾ ആ റൂമിൽ കിടക്കുന്ന ഒരു മൂർച്ചയുള്ള വസ്തു എടുത്ത് അവളുടെ കയ്യിലെ വെയിൻ കട്ട് ചെയ്യും. എന്നാൽ അടുത്ത റൂമിൽ ഇരുന്ന് അനുജ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി റൂമിന്റെ മുക്കും മൂലയുമൊക്കെ നോക്കി രക്ഷപ്പെടാനുള്ള ഒരു വഴി കണ്ടുപിടിക്കുന്നു. അവിടുത്തെ ജനാല പൊട്ടിച്ച് അവിടെയുള്ള തുണിയൊക്കെ എടുത്ത് ഒരു കയറ് പോലെയാക്കി അതിലൂടെ പിടിച്ച് അവൾ താഴെ ഇറങ്ങുന്നു. ഇതേ സമയത്ത് നമ്മുടെ നേഹയുടെ റൂമിലേക്ക് എത്തുന്നു ഗോല. അവളുടെ കൈ മുറിച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് അവൾ മരിക്കാതിരിക്കാൻ വേണ്ടി അവളുടെ കയ്യിലൊരു തുണിയൊക്കെ വെച്ച് കെട്ടുന്നുണ്ട്. ആ സമയത്താണ് ഇവരുടെ വീടിന് പുറത്തു നിന്നൊരു വെളിച്ചം കാണുന്നത്. എന്താണെന്ന് ഗോല തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് അവരുടെ പശുവിന്റെ തൊഴുത്ത് നിന്ന് കത്തുന്നു. ഈ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് അവർ പശുവിനൊക്കെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ പശുവിന് ഭക്ഷണം കൊടുത്തിരിക്കണം. അങ്ങനെയുള്ള ഇവർക്ക് ഇത് കണ്ടതും സഹിക്കാൻ കഴിഞ്ഞില്ല. മൗനവ്രതത്തിലുള്ള ആൾ ആ ദേഷ്യത്തിൽ ഗോലയെ പിടിച്ച് തല്ലുന്നുണ്ട്. അടി കിട്ടി ഒരു പരുവമായ ഗോല എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇതാ ദൂരെ ഓടിപ്പോകുന്നു. ഇത് കണ്ടതും ഇവൻ അനുജയെ പിടിക്കാൻ വേണ്ടി അവളുടെ ബാക്കിൽ ഓടുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ പ്രേരണയുണ്ടല്ലോ, അവൾ നേഹയുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. നേഹയുടെ അവസ്ഥ കണ്ട് കുറച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. നിനക്ക് ഞങ്ങളോട് ഒരു വാക്ക് പറയാമായിരുന്നു എന്ന് പറഞ്ഞ് നേഹ അവളുടെ മുന്നിൽ കരയുന്നുണ്ട്. അപ്പോഴാണ് പ്രേരണ ആ ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അവൾ ഇവരോട് അവളുടെ കുട്ടികൾ ജനിച്ചതും മരിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതിന്റെ സത്യാവസ്ഥ ഇതാണ്. ആ ചോര കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഉടനെ ഈ വീട്ടിലുള്ളവർ കൊന്നുകളയും. മാത്രമല്ല ആ വയസ്സായ ആൾ ഇവളുടെ ഭർത്താവ് ഒന്നുമല്ല, അത് അവളുടെ അച്ഛനാണ്. അയാൾ പറഞ്ഞത് ഇവൾ കേട്ടില്ലെങ്കിൽ ഇവളെ നന്നായി ഉപദ്രവിക്കും. ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിടും. ആരോടും പറയാനുമില്ല. ഇവളുടെ അമ്മയെ കൊന്നത് തന്നെ അയാളാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല. അങ്ങനെയായി അവൾ അയാളുടെ അടിമയായി മാറി. നേഹ പ്രേരണയോട് നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ സോറി ചേച്ചി, എനിക്ക് പേടിയാ, അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവും. പ്രേരണ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നേഹയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടി ആ ഡോർ തുറന്നിട്ട് കൊടുത്തു. എന്നാൽ ഇതേ സമയത്ത് അനുജയെ പിടിക്കാൻ വന്ന ഗോലയെ അനുജ അടിച്ചൊരു പരുവമാക്കുന്നുണ്ട്. അങ്ങനെ അവൾ അടിച്ചടിച്ച് ഗോലയെ കൊന്നു. ആ സമയത്ത് നമ്മുടെ നേഹ രക്ഷപ്പെട്ട് വീടിന് പുറത്തിറങ്ങി. നേഹ അനുജയോട് വാ നമുക്കിനി വേഗം പോവാം എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ ആ തള്ളയെയും ആ മൗനവൃത്തിയിലെ കിളവനെയും കൊല്ലാതെ ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട്. നേഹ വേണ്ട, നമുക്ക് പെട്ടെന്ന് പോവാം, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവരെ കൊല്ലാതെ വരില്ല എന്ന് പറഞ്ഞ് അവൾ ആ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി ടെറസിൻ്റെ മുകളിലേക്കാണ് ആദ്യം പോകുന്നത്. ഇത് കാണുന്ന ആ മൗനവൃത്തിയിലുള്ള ആളും അവിടേക്ക് തന്നെ കയറി ചെല്ലുന്നത്. അങ്ങനെ രണ്ടുപേരും അവിടെ വെച്ച് അടിയായി. അനുജ നല്ല ടയേർഡാണെങ്കിലും അയാളുടെ മുന്നിൽ പിടിച്ചു നിന്ന് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾക്ക് പിന്നെ അടിയൊന്നും പുത്തിരിയല്ലല്ലോ, ഒരുപാട് പേരെ അടിച്ചും കൊന്നും ജീവിക്കുന്ന ദുഷ്ടനല്ലേ. ഈ സമയത്ത് ടെറസിലെ ശബ്ദമെല്ലാം കേട്ട് നമ്മുടെ നേഹ വെട്ടുകത്തിയുമായി ടെറസിലേക്ക് കയറുകയാണ്. അപ്പോഴാണ് ആ വയസ്സായ തള്ള വന്ന് നേഹയെ തല്ലാൻ വേണ്ടി ഒരു പിച്ചാത്തി എടുത്ത് അടിക്കാൻ നിന്നതും നേഹ ആ വെട്ടുകത്തി എടുത്ത് ആ തള്ളയുടെ കഴുത്തിന് ഒരൊറ്റ വെട്ട്. അതോടുകൂടി ആ തള്ളയുടെ പണി തീർന്നു. അപ്പോഴേക്കും ആ വയസ്സായ ആളുടെ കയ്യിൽ നിന്ന് അനുജ രക്ഷപ്പെട്ട് അവളുടെ കയ്യിലുള്ള ഒരു ഇരുമ്പ് കമ്പി എടുത്ത് ആ ദുഷ്ടനെ അടിച്ച് അടിച്ച് അവശനാക്കി. അവസാനം അയാളെ ടെറസിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു. അത്രയും അടി കിട്ടിയിട്ടും ടെറസിൽ നിന്ന് താഴെ വീണിട്ടും പാതി ജീവൻ ഉണ്ടായിരുന്നു. ഒരു കത്തിയെടുത്ത് തല അറുത്ത് പുറത്തു വരികയാണ് നമ്മുടെ ഹീറോയിൻ. അവസാനം അനുജയെയും നേഹയെയും കാണിച്ച് ഈ സിനിമ അവസാനിക്കുകയാണ്.